കോഴിക്കോട് ബീച്ചിൽ ഒരു ഫലസ്തീൻ അനുകൂല ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിക്കാനെത്തിയ വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളോട് ഈ പരിപാടി നടത്തരുത് എന്ന് അല്ലെങ്കിൽ പരിപാടി നടത്താനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് പോലീസ്. ആ ഒരു ആരോപണമാണ് ഇവർ ഉയർത്തുന്നത്. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. സുഡാൻ, അതുപോലെ കോങ്കോ, ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവർ നേരിടുന്ന ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ പരിപാടിക്കാണ് പോലീസ് അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ കേരള ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ സംഘടനാ പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പോലീസ് എന്താ പറയുന്നത്? പോലീസ് നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം ഇത് ചെയ്തതാണ്. ഫംഗ്ഷൻ ഇതേ കാലിക്കറ്റ് ബീച്ചിൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഇതേപോലെ പെർമിഷന് വേണ്ടി കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഹോട്ടൽ പാച്ചിലെല്ലാം നടത്തിയതാണ്. പക്ഷെ നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്തായാലും ഇവിടെ ഈ ഫംഗ്ഷൻ നടത്തും എന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ വന്ന് ചെയ്തു. ഫംഗ്ഷൻ നന്നായിട്ട് വിജയിച്ചു. പോലീസുകാർ പറഞ്ഞു പ്രശ്നമില്ല, ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കയറി ചെയ്യേണ്ട, റോഡിൻ്റെ സൈഡിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ബീച്ചിൻ്റെ പുറത്ത് നിന്ന് ചെയ്തു. പരിപാടി നല്ല രീതിയിൽ വിജയിച്ചു. ഇന്നിപ്പോൾ നമ്മൾ രണ്ടാമത് ക്യാമ്പയിന് റീക്രിയേറ്റ് ചെയ്തു. കാരണം ഇപ്പോൾ എല്ലാവരും അറിയുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ, നൈജീരിയയിലും കോങ്കോയിലും സുഡാനിലൊക്കെ നടക്കുന്ന ഒരു സെയിം അതിൻ്റെ ബേസിൽ വെച്ച് നമ്മളൊരു പ്രോഗ്രാം രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഇപ്പോൾ നമ്മളോട് ഇവിടുന്ന് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതിന് സ്പെഷ്യൽ പെർമിഷൻ വേണം, പോർട്ട് പെർമിഷൻ വേണമെന്നൊക്കെ പറഞ്ഞു. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, സഡൻലി നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഒരു ഫംഗ്ഷൻ ചെയ്തതാണ്, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, ഇതിനെതിരായിട്ട് കുറേ ആൾക്കാർ കംപ്ലയിൻസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ പോയി പെർമിഷൻ വേണ്ടിയപ്പോൾ സ്റ്റേഷനിൽ ആളുണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്കിൽ വേറൊരു ഓഫീസുണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഫംഗ്ഷൻ ചോദിച്ചാൽ പറഞ്ഞു അവർ ഒരുമാതിരി ഈ സംഭവങ്ങളൊന്നും അറിയാത്ത രീതിയിലൊരു സംസാരിച്ചു. സാധാരണ ഇതിൽ പെർമിഷൻ തരാൻ പറ്റൂല, ഇതിന് അങ്ങനെ കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് നമ്മളോട് പെർമിഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ പ്ലക്കാർഡുകൾ അതുപോലെ ഫ്ലാഗ് അത്ര മാത്രമേ അത് വേറൊന്നുമില്ല. പ്ലക്കാർഡുകളുണ്ട്, ഫ്ലാഗുകളുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻലി അതായത് ആൾക്കാർ ഇത് റിലീജിയസ് ബേസ് അല്ല, പിന്നെ ഒരു പാർട്ടി ബേസ് അല്ല. അതുകൊണ്ട് തന്നെയാണ് മെയിൻലി ഒന്നാമത് നമുക്ക് ഇത് പെർമിഷൻ കിട്ടാത്ത റീസൺ. യാതൊരു കമ്മ്യൂണിറ്റിയും ഇല്ല. അതായത് നമ്മൾ മനുഷ്യത്വം ഇരിക്കാത്ത എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ നമ്മുടെ ഹെഡ്ലൈൻ തന്നെ കൊടുത്തിട്ടുള്ളത്. മനുഷ്യത്വം ഇരിക്കാത്ത എല്ലാ മനുഷ്യന്മാർക്കും ഇതിൽ പങ്കെടുക്കാം. ഇതിന്ന ജാതി നടത്തുന്നതോ അല്ലെങ്കിൽ ഇന്നൊരു പാർട്ടി നടത്തുന്നതോ ഒന്നുമല്ല. നമ്മൾ മനുഷ്യത്വം എത്രത്തോളം നമ്മൾ ജീവനോടെ ഉണ്ടോ അത്രത്തോളം നമ്മൾ മനുഷ്യത്വം മരിക്കാതെ നിൽക്കണം. നമ്മൾ കണ്ണുകൊണ്ട് ഡെയിലി കാണുന്നതാണ് ഓരോ പിഞ്ചു കുട്ടികൾ ഇങ്ങനെ മരിച്ചു പോകുന്നത്. അതിന് പ്രതികരിക്കണം. കാരണം യുവാക്കൾ എപ്പോഴും ലഹരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ അടിമ മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വളരുക? ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് വളരുക? നല്ല കാര്യത്തിന് ഒരു സപ്പോർട്ടില്ല ആരും. സോ നമ്മളത് എങ്ങനെ പ്രതികരിക്കണ്ടേ? അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ഈ രീതിയിൽ സാർവദേശീയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇങ്ങനൊരു പ്രതിഷേധത്തിനും അല്ലെങ്കിൽ ഐക്യദാർഢ്യ പരിപാടിക്കും നേതൃത്വം കൊടുത്തത്. ആ ഒരു പരിപാടി കേവലം ഈ പ്ലക്കാർഡുകൾ ഉയർത്തുകയും അതോടൊപ്പം തന്നെ ഫലസ്തീൻ പതാക പിടിക്കുക, ആ രീതിയിലുള്ള ഒരു പരിപാടി മാത്രമായിരുന്നു. ആ പരിപാടിക്കാണ് ഇപ്പോൾ പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അതിൽ ഒരു പ്രതിഷേധമെന്ന നിലക്ക് കൂടിയാണ് ഇവർ ഇപ്പോൾ ഈ പരിപാടി നടത്താൻ കൂടി തയ്യാറായിരിക്കുന്നത്. ക്യാമറമാൻ ഷബീർ ഖലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.